ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ മൗനരാഗത്തിന്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പോലീസുകാർ ഗംഗയെ കണ്ടതിന് ശേഷം അവിടെ നിന്ന് നേരെ പാഞ്ഞു പോവുകയാണ്. അപ്പോഴാണ് അവരുടെ വണ്ടിയുടെ മുന്നിൽ വേറൊരു വണ്ടി വന്ന് നിൽക്കുന്നത്. ദേഷ്യം വന്ന പോലീസുകാരാണെങ്കിൽ എടുത്ത് മാറ്ററ വണ്ടി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും ഈ വണ്ടി എടുത്ത് മാറ്റി കഴിഞ്ഞപ്പോഴേക്കും ഈ ഗംഗാപ്രസാദ് ആ വണ്ടിയുടെ ബാക്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് അവിടെ നിന്ന് പോവുകയാണ്. പക്ഷേ പോലീസുകാർക്ക് അവനെ കണ്ടെത്താനും സാധിച്ചില്ല. അവൻ മിസ്സായല്ലോ, അവനെ പിടി കിട്ടിയില്ലല്ലോ, ഇത് വല്ലാത്തൊരു അവസ്ഥയായിപ്പോയല്ലോ എന്നൊക്കെ ചിന്തിച്ച് നമ്മുടെ പോലീസുകാർ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ജയിലാണ്. അപ്പോൾ ലോക്കപ്പിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് നമ്മുടെ ഗംഗാപ്രസാദിൻ്റെ കാമുകി സ്റ്റെഫിയും അതേപോലെ തന്നെ വേറൊരു സ്ത്രീയും കൂടി ഉണ്ടല്ലോ. ആ സ്ത്രീ പറയണടി, എൻ്റെ കാലൊന്ന് തിരുമ്മി തന്നെ, എനിക്ക് കാല് ഭയങ്കര വേദന. അങ്ങനെ സ്റ്റെഫിയുടെ മടിയിലേക്ക് ഇവർ ഇങ്ങനെ കാലെടുത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ സ്റ്റെഫി ആണെങ്കിൽ കൂടുതലൊന്നും സംസാരിക്കാതെ ഇങ്ങനെ കാലിങ്ങനെ തിരുമ്മി കൊടുക്കുകയാണ്. എടി ആ ഗംഗാപ്രസാദ് എവിടെ? ഗംഗാപ്രസാദ് പുറത്തിറങ്ങി, അവൻ്റെ എല്ലുവെല്ലാവരും ഊരിയിട്ടുണ്ടാവും. അങ്ങനെയൊന്നും ഗംഗാപ്രസാദിനെ പിടിക്കാൻ പറ്റൂല. എൻ്റെ ഗംഗയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പാടാത്തത് കൊണ്ടാണ്. പിന്നെ ഒരു ഗംഗ, നീ അവനെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല, അവൻ്റെ പരിപ്പിളക്കിയിട്ടുണ്ടാകും. പിന്നെ ഞാനൊരു കാര്യം നിന്നോട് തുറന്നു പറയട്ടെടി, അതെ നിനക്ക് നല്ല പഠിപ്പും വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടല്ലോ. അപ്പം നീ ഈ ജയിലിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ നാട്ടിൽ പോയിട്ട് നീ നല്ലൊരു ചെറുക്കനെ കണ്ടെത്ത്. എന്നിട്ട് ആ ചെറുക്കനെ കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആയിട്ട് സുഖമായിട്ട് കുടുംബത്തോടെ സന്തോഷമായിട്ട് ജീവിക്കടി. ഇത് കഴിഞ്ഞപ്പോഴേക്കും തള്ളേ, ഞാൻ മര്യാദക്കിരുന്ന് നിങ്ങളുടെ കാല് ഞാൻ തിരുമ്മിത്തരികയാണ്. അതിനെ തുടർന്ന് നിങ്ങൾ ഇങ്ങനെയൊന്നും പറയാൻ നിൽക്കരുത്. എടി, ഈ ഗംഗാപ്രസാദിനെ പോലത്തെ ഒരു ആണ് നിനക്ക് എന്തിനാണ്? ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും തൻ്റെയുള്ള ആണാണ് ഗംഗാപ്രസാദ്. അവനെ കഴിഞ്ഞ ബാക്കിയുള്ളവരെല്ലാവരും ഉള്ളു. അവനെ പോലെ ഒരു ആണിനെ കിട്ടാനേ തപസ് ചെയ്യണം. പിന്നെ ആണ് കണ്ടോ, അവൻ്റെ അന്ത്യമായിരിക്കും ഇനി അവൻ്റെ മരണവാർത്തയായിരിക്കും നിങ്ങൾ കേൾക്കാനായിട്ട് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ സ്റ്റെഫിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അനാവശ്യം പറയാൻ നിൽക്കരുത് കേട്ടോ. അനാവശ്യം പറയാൻ നീ എന്ത് ചെയ്യും? അനാവശ്യം പറഞ്ഞാൽ ഈ കാല് ഞാൻ തിരുമ്മിക്കൊണ്ടിരിക്കുകയില്ല, ആ കാല് പിടിച്ച് ഞാൻ തിരിച്ചൊടിക്കും. നീ അത്രക്കായോടി എന്നും പറഞ്ഞുകൊണ്ട് ആ കാല് വെച്ച് സ്റ്റെഫിയെ പിടിച്ച് ഒറ്റ ചവിട്ടാണ് ഈ തള്ള. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സ്റ്റെഫിയും വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറായില്ല. അങ്ങനെ സ്റ്റെഫിയും ഈ തള്ളയെ പിടിച്ച് ഭയങ്കര അടി, ഇടി, പിടി, അങ്ങനെ അവിടെ കിടന്ന് ഭയങ്കര അടിയാണ്. ആ ലോക്കപ്പിൻ്റെ ഉള്ളിൽ കിടന്ന് ഭയങ്കര അടിയാണ്. അപ്പോൾ സ്റ്റെഫിയുടെ ആ ഒരു അടി കൊണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ തള്ള പറയാണ്, അയ്യോ വേണ്ട വേണ്ട, ഇനി ഒന്നും ചെയ്യല്ലേ, ഞാൻ ഒന്നിനും വരുന്നില്ല. ഇപ്പം മനസ്സിലായല്ലോ, ഞാനേ ഗംഗയുടെ ഒപ്പമായിരുന്നു ഇത്രയും നാൾ, അതുകൊണ്ട് എനിക്ക് കുറേ അഭ്യാസങ്ങളൊക്കെ അറിയാം. എൻ്റെ അടുത്ത് കൂടുതൽ കളിക്കാനായിട്ട് വരരുത് എന്ന് സ്റ്റെഫി വാണിംഗ് കൊടുക്കുകയാണ്. ഈ തള്ളയാണെങ്കിൽ പേടിച്ച് വിറച്ച് വല്ലാത്തൊരവസ്ഥയിൽ ആ മൂലക്ക് പോയി ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുക. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് കല്യാണ വീടാണ്. അപ്പോൾ കല്യാണ വീട്ടിൽ എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ്. ദൈവമേ, ആ ഗംഗയെ പിടികൂടിയാൽ മാത്രമേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മുങ്ങാമുത്തശ്ശിയാണെങ്കിൽ ശരിയാ, അവനെ പിടികൂടുമല്ലോ, അവനെ പിടികൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അന്ത്യം ഉറപ്പാണ്. ഈ കല്യാണം അതിഗംഭീരമായിട്ട് തന്നെ നടക്കും, അതിൽ യാതൊരു സംശയമില്ല എന്നൊക്കെ ഇവരിങ്ങനെ കൂട്ടത്തോടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കല്യാണിയും അതേപോലെ തന്നെ അമലും കൂടി വരുന്നത്. അപ്പോൾ അമലുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിക്കാണെങ്കിൽ ഭയങ്കര സങ്കടം തോന്നിയാണ്. പാവം കുട്ടി, എൻ്റെ ദൈവമേ, ഒരു ചതി എൻ്റെ കയ്യിൽ പെട്ടിട്ട് ചതിക്കപ്പെട്ടല്ലോ എൻ്റെ ദൈവമേ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം അമലു ആണെങ്കിൽ ആകെ സങ്കടത്തിലാണ്. എന്താ കുഞ്ഞെ, എനിക്ക് എന്തു പറ്റി? അച്ഛനെക്കുറിച്ച് ആലോചിച്ചോ? സാരമില്ലെന്നേ. അപ്പം ഈ അമലു ആണെങ്കിൽ ഇങ്ങനെ കിടന്ന് കരയാണ്. സാരമില്ല, വന്നതെല്ലാം വന്നില്ലേ, ഇനി അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ല. എന്നാലും നിനക്ക് വേലുമില്ലേ, വേലു നിന്നെ നന്നായിട്ട് സ്നേഹിക്കില്ലേ എന്നൊക്കെ ബാക്കിയുള്ളവരൊക്കെ പറയുകയാണ്. ഈ അമലുവിനെ പറഞ്ഞ് മനസ്സിലാക്കിയാണ്, വേലുവിനെ പോലെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ കിട്ടിയതാണ് നിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. അതുമാത്രം ചിന്തിച്ചാൽ മതി. ഗംഗ പോണെങ്കിൽ പോട്ടെ, പക്ഷേ അവൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ തീർക്കാൻ വേണ്ടിയാണ് എല്ലാവരും നിൽക്കുന്നത്. എന്തിന്? നിന്റെ വേലുവണ്ണം പോലും അവനെ തീർക്കാൻ വേണ്ടിയാ. അവൻ്റെ വയലിലെ ഒരു കടാരയും വെച്ചുകൊണ്ട് നടക്കുന്നത്. ആ കടാര വെച്ച് കുത്തി തെറിപ്പിക്കും അവനെ. ആ വാശിയോട് കൂടി തന്നെയാണ് വേലു നടക്കുന്നത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അമലിന് ഭയങ്കര സങ്കടം തോന്നിക്കണം. എന്നാലും ആ വേലു നിന്നെ ഇത്രയും സ്നേഹിക്കാനുണ്ടായിട്ട് ഒരു ചതിയൻ്റെ കെണിയിൽ നീ പെട്ടുപോയല്ലോ മോളെ എന്നൊക്കെ സംസാരിക്കുമ്പോൾ കല്യാണിയാണെങ്കിൽ മുത്തശ്ശി അങ്ങനെയൊന്നും പറയണ്ട, അവൾക്കൊരു തെറ്റ് സംഭവിച്ചു പോയി, അതിപ്പോൾ അവൾക്ക് മനസ്സിലായല്ലോ, അവളതെല്ലാം തിരുത്തി, ഇനി ആ കാര്യത്തെക്കുറിച്ച് പറയണ്ട എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ശരി,
ആ കാര്യത്തിൽ ഇനി പറയുന്നില്ല. ഏതായാലും സങ്കടപ്പെടാതിരിക്കും. ഇവിടെ വന്ന് നമുക്ക് എൻജോയ് ചെയ്ത് ഓരോ പണികളെല്ലാം ചെയ്ത് സന്തോഷത്തോടെ ഇരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയാം. അങ്ങനെ നമ്മുടെ കിരണിനെ കാണിക്കുകയാണ്. അപ്പം കിരണാണെങ്കിൽ രതീഷിനോട് സംസാരിക്കുകയാണ്. എന്നാലും ഇത് വല്ലാത്തൊരു കഷ്ടമായി പോയല്ലോടാ. രണ്ടാമതും പിടികൂടിയതാണ് ആ ഗംഗയെ. എന്നിട്ട് പോലും അവൻ എനിക്ക് കൊല്ലാനായിട്ട് സാധിച്ചില്ല എന്ന് ആലോചിക്കുമ്പോഴാണ് എന്ത് ചെയ്യാനാണ് കിരൺ സാറേ, ആ കാട്ടിൽ വെച്ച് തന്നെ അവനെ കുത്തി മലർത്തി കത്തിച്ചിരുന്നെങ്കിലേ ഒരു തെളിവും ഉണ്ടാകില്ലായിരുന്നു. അവിടെയും തോറ്റുപോയി. എന്ത് ചെയ്യാനായിട്ട് പറ്റും? അവനെ ആയുസ് കൂടുതലാ, അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഏതായാലും കല്യാണത്തിന് അവൻ വരുമല്ലോ, ഏത് വേഷത്തിലും വേണമെങ്കിൽ അവൻ വരാം. അവനെ ഏത് രീതിയിലും കണ്ടുപിടിക്കുക തന്നെ ചെയ്യണം. അവനിനി വിട്ടുകൊടുക്കാനായിട്ട് പാടില്ല. അവൻ വേഷം മാറി വരുന്നത് പോലും നമുക്ക് ഏത് രീതിയിലാണെന്ന് പറയാൻ പറ്റില്ല. എല്ലായിടത്തും എല്ലാവരുടെയും കണ്ണ് വേണം എന്നൊക്കെ കിരണും ഈ രതീഷും കൂടി പറയാണ്. അതേടാ, എനിക്ക് മനസ്സിലായി, എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി ആ ഒരു ഇതിലോടത്തൂടെ തന്നെയാണ് ഞാൻ നടക്കുന്നത്. എന്നാലും ഞാൻ വിട്ടുകൊടുക്കില്ല. എവിടെയാണെങ്കിലും ഞാൻ അവനെ കണ്ടെത്തും എന്നൊക്കെ കിരൺ ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരാളെ വരുന്നത്. അത് നമ്മുടെ രാജപ്പണനായിരുന്നു. അപ്പോൾ രതീഷാണെങ്കിൽ കിരൺ സാറേ, അത് നമ്മുടെ രാജപ്പണനല്ലേ? അയാളൊരു അവസ്ഥ നോക്കിക്കണ്ടേ. ഇപ്പൊ കേട്ടതേ, പണവും ഇല്ല, ഒന്നുമില്ല, ഭക്ഷണത്തിന് വേണ്ടി അലയുന്നെന്നാണ് ഞാൻ കേട്ടത്. പാവം വല്ലാത്തൊരു ക്ഷീണിച്ച അവശനായി. അപ്പോൾ രാജപ്പണ്ണനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർ രണ്ടുപേരും കൂടി അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ കിരൺ ചോദിക്കണം, രാജപ്പണ്ണ, എന്താ രാജപ്പണ്ണ, സുഖമാണോ? സുഖത്തിനൊരു കുറവുമില്ല. ഞാനേ കോടികൾ കടം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ മേടിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങിയതാ. അപ്പൊ ചെവിയിലൊരു പൂവും ഇപ്പുറത്തെ ചെവിയിലൊരു പൂവൊക്കെ തലയിലൊക്കെ പൂവൊക്കെ വെച്ചിട്ടാണ് വന്നിരുന്നത്. അപ്പൊ നമ്മുടെ കിരണ് എന്തൊക്കെയോ ഒരു പന്തികേട് തോന്നുകയാണ്. അതെ, ഇവിടെ എന്തടിയന്തരമാണ്? മരണത്തിന്റെ അടിയന്തരമാണ്. ഇവിടെ ഒരു മരണവും നടന്നിട്ടില്ല. ഇവിടെ കല്യാണത്തിൻ്റെ ഇതാണ്. എന്തായാലും എനിക്ക് പ്രശ്നമില്ല. പക്ഷേ ഫുഡുണ്ടോ കഴിക്കാനായിട്ട്? അപ്പൊ കിരണിന് മനസ്സിലായി റിലേ പോയെന്ന്. ഒരു കിളി പോയൊരവസ്ഥയിലാണ് നമ്മുടെ രാജപ്പണ്ണം വന്നിരിക്കുന്നതെന്ന് കിരണ് മനസ്സിലാക്കുകയാണ്. അപ്പോൾ രതീഷ് ആണെങ്കിൽ വായം പൊളിച്ച് നോക്കി നിൽക്കുക. ഇതെന്താ? അപ്പൊ കിടന്നിങ്ങനെ അട്ടഹസിച്ച് ഇങ്ങനെ ചിരിക്കുകയാണ്. എന്തിനാ രാജപ്പണ്ണം ഇങ്ങനെ ചിരിക്കുന്നത്? അപ്പോൾ കരയുകയും ചെയ്യാണ്. അയ്യോ, ഇതിനേക്കാൾ നല്ലത് ചിരിയായിരുന്നു. രണ്ടിലേതെങ്കിലും ഉറപ്പിച്ച് പറ. ഞാൻ ചിരിക്കണോ അല്ലെങ്കിൽ കരയണോ? ഇതിലേതെങ്കിലും ഉറപ്പിച്ച് പറഞ്ഞാൽ മതി. മനസ്സിലായല്ലോ? അങ്ങോട്ടും ഇങ്ങോട്ടും തുഴഞ്ഞ് കളിക്കരുത് നിങ്ങൾ. എനിക്കറിയാം നിങ്ങളെ എല്ലാവരെയും. ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ലല്ലോ. ഭക്ഷണം ഉണ്ടോ? എനിക്ക് വിശക്കുന്നുണ്ട്. ഭക്ഷണം ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ കിരണാണെങ്കിൽ അതെ രാജപ്പണ്ണൻ എന്തൊരു വേണമെങ്കിലും ഭക്ഷണം കഴിക്കാം. അതെ, നിനക്ക് പൈസ വേണം. അതിന് ഞാൻ പൈസ ചോദിച്ചില്ലല്ലോ. എന്താ, ചോദിച്ചാൽ മാത്രമേ തരാൻ പാടുള്ളൂന്നുണ്ടോ? ചോദിക്കാതെ തന്നാ നീ മേടിക്കില്ലേ? നിന്റെ അപ്പനെ കൊണ്ടുവരെ മേടിപ്പിക്കാനായിട്ട് എനിക്കറിയാം എന്ന് കിരണോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കിരണാണെങ്കിൽ നമ്മുടെ രതീഷിനോട്, അതെ രതീഷേ, കിളി പോയെന്നാ തോന്നുന്നത്. നീ ഏതായാലും ഭക്ഷണം കൊണ്ട് കൊടുക്കുക, അകത്തേക്ക് കയറ്റി. അപ്പം നമ്മുടെ രാജപ്പണ്ണം പറയാണ്, ഞാൻ അകത്തിരുന്ന് ഭക്ഷണം കഴിക്കില്ല, ഞാൻ പുറത്തിരുന്നേ ഭക്ഷണം കഴിക്കുള്ളൂ. അതാണ് എനിക്കിഷ്ടം. ഈ രാജപ്പനെ തടയാനായിട്ട് ആരും വരണ്ട. പറഞ്ഞ മനസ്സിലായല്ലോ? ഭക്ഷണം എവിടെ? എനിക്ക് വയറ് നിറയെ ഭക്ഷണം കഴിക്കണം. എന്നിട്ട് കുറേ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാനുണ്ട്. ലക്ഷങ്ങളും കോടികളാണ് ഓരോ ആൾക്കാർ എനിക്ക് തരാനുള്ളത്. അതെല്ലാം മേടിച്ചിട്ടേ രാജപ്പൻ ഇവിടെ നിന്ന് പോകുള്ളെന്ന് ഇങ്ങനെ രാജപ്പൻ പറയാണ്. ശരി രാജപ്പണ്ണൻ ഇങ്ങോട്ട് വാ, ഞാൻ ഭക്ഷണം തരാം രാജപ്പണ്ണ എന്നിങ്ങനെ സംസാരിക്കുകയാണ്. എന്നാൽ ശരി, ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് രാജപ്പണ്ണൻ ഇങ്ങനെ തുള്ളി തുള്ളി രതീഷിൻ്റെ പിന്നാലെ പോവുകയാണ്. അങ്ങനെ നമ്മുടെ രതീഷ് രാജപ്പണ്ണനെ അവിടെ ഇരുത്തിയിട്ട് അതേ രാജപ്പണ്ണന് ഭക്ഷണം വിളമ്പി കൊടുക്കുക. അങ്ങനെ ബാലനാണെങ്കിൽ ഇങ്ങനെ ഭക്ഷണം ഇങ്ങനെ ഇച്ചിരി വിളമ്പി കൊടുക്കുകയാണ്. നീ എന്താണ് ഈ കാണിക്കുന്നത്? നീ കടുകുമണി വിളമ്പുന്നത് പോലെയാണല്ലോ വിളമ്പുന്നത്. എടാ ഇങ്ങോട്ട് ഇടറാ. ഞാനേ നന്നായിട്ട് ഭക്ഷണം കഴിക്കും. എനിക്ക് നല്ല വിശപ്പുണ്ട്. ഞാൻ വയറ് നിറയെ ഭക്ഷണം കഴിക്കും. രാജപ്പണ്ണ ആദ്യം ഭക്ഷണം കഴിക്കേ, അതിനുശേഷം വിളമ്പി തന്നാ പോരെ? തരുമല്ലോ. നീ പറ്റിക്കോ? ഇല്ല, ഞാൻ പറ്റിക്കൊന്നുമില്ല. ഞാനേ രാജപ്പണ്ണന് എത്ര വേണമെങ്കിലും ഭക്ഷണം വിളമ്പി തരാട്ടോ. എന്നാ കൊള്ളാം എന്നും പറഞ്ഞുകൊണ്ട് അതെ രാജപ്പണ്ണൻ ഇങ്ങനെ വരുമ്പോഴേ അവിടെ ആരെങ്കിലും നിൽക്കുന്നത് കണ്ടോ? ഈ പ്രകാശൻ പോലെ ഒരാളെ നിൽക്കുന്നത് കണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ആ ഗേറ്റിൻ്റെ അവിടെ ആരോ നിൽക്കുന്നത് കണ്ടു. പക്ഷേ എവിടെയോ കണ്ട ഒരു പരിചയം പോലെ എനിക്ക് തോന്നി എന്ന് രാജപ്പണ്ണൻ പറയണത്. കണ്ടീഷനായി. ദൈവമേ, പാവം
ഈ രാജപ്പണൻ്റെ കയ്യിൽ നിന്ന് എത്രയോ പണം പ്രകാശം മേടിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇവരിങ്ങനെ സംസാരിക്കുകയാണ്. എന്താ നിങ്ങൾ അങ്ങനെ ചോദിച്ചത്? ഒന്നുമില്ല രാജപ്പണ്ണോട് കുറേ കാര്യങ്ങളെല്ലാം ചോദിച്ചു എന്നുള്ള ഇങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം ചോദിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. നിങ്ങൾ ചോദിക്കുന്നതിനെല്ലാത്തിനും ഞാൻ മറുപടി പറയാം. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഞാൻ ഈ ഭക്ഷണം കഴിക്കട്ടെ. അങ്ങനെ ഭക്ഷണം കഴിക്കാം വാരി. അപ്പോഴേക്കും കല്യാണി വരുന്നു. കല്യാണിയാണെങ്കിൽ രാജപ്പണ്ണനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ആകെ സന്തോഷം തോന്നുകയാണ്. അപ്പം കല്യാണി ചോദിക്കണം, രാജപ്പണ്ണ സുഖമാണോ? അപ്പോൾ കല്യാണി ഇങ്ങനെ അടിമുടി നോക്കിയിട്ട് ആരാ മനസ്സിലായില്ലല്ലോ, എവിടെയോ കണ്ടൊരു പരിചയം പോലെ തോന്നുന്നു. അപ്പൊ കല്യാണി അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ്. കല്യാണി ആരെയോ ഓർമ്മയില്ല രാജപ്പണ്ണന്. ആകെ വല്ലാത്തൊരവസ്ഥയാണ്. ഈ കല്യാണി കല്യാണം കഴിച്ചതാണോ എന്ന് ചോദിക്കുമ്പോൾ കല്യാണം കഴിച്ചതല്ല, പക്ഷെ കല്യാണം കഴിക്കാതെ തന്നെ ഒരു കുഞ്ഞുണ്ടായി എന്നിങ്ങനെ നമ്മുടെ രതീഷിൻ്റെ ബാലണ്ണൊക്കെ പറയാണ്. അയ്യോടാ പാവം, ഇപ്പോഴത്തെ പെൺപിള്ളേരെ ചതിക്കാൻ വേണ്ടി ഓരോരുത്തരും വന്നിറങ്ങിക്കോളും. എത്രയെത്ര പെൺപിള്ളേർക്കാണ് ചതികളെല്ലാം സംഭവിക്കുന്നതെന്ന് അറിയാവോ? ഓർത്തിട്ട് തല ചെകടിക്കുന്നു. രാജപ്പണ്ണ, എന്നെ ഒട്ടും മനസ്സിലായില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇല്ല കുട്ടി, നിന്നെനിക്ക് മനസ്സിലായില്ലല്ലോ. നീ ആരാണ്? ഞാൻ കല്യാണി, പ്രകാശന്റെ മകള്. പ്രകാശന്റെ മകളോ? അപ്പോൾ നമ്മുടെ കല്യാണിക്ക് ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടം തോന്നിയാണ്. കല്യാണി ഓരോ കാര്യങ്ങളിങ്ങനെ ചോദിക്കാം. അതെ രാജപ്പണ്ണന് ഒരുപാട് പേർക്കെല്ലാം പൈസ കൊടുത്തിട്ടില്ലേ? പൈസ കൊടുത്തിട്ടുണ്ട്. രാജപ്പണ്ണ ഇങ്ങനൊരു അവസ്ഥയായില്ലേ? രാജപ്പൻ ചേട്ടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോട്ടെ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ? ഞാൻ ഏതെങ്കിലും ഡോക്ടറെ നോക്കാനുണ്ടോ? അല്ലെങ്കിൽ ഡോക്ടർക്ക് ഞാൻ പൈസ കൊടുക്കാനുണ്ടോ? അല്ലെങ്കിൽ എന്താ ആവശ്യം? എന്തിനാണ് ഞാൻ ഡോക്ടറെ കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജപ്പണ്ണൻ അവിടെ നിന്ന് ചാടി എണീക്കണം. എല്ലാവരും ഞെട്ടിപ്പോയി. എന്താ പറ്റിയത്? അതെ, എനിക്ക് കാണാനുള്ളവരെയൊക്കെ കാണണം. എന്നെ പറ്റിച്ചിട്ട് പലരും കടന്നു പോകും. അതുകൊണ്ട് എനിക്ക് അവരോടെല്ലാവരോടും പൈസ മേടിക്കണം. പൈസ മേടിച്ചിട്ട് അവരെല്ലാവരെയും എനിക്ക് തീർക്കണം. അങ്ങനെയും പറഞ്ഞോടൊന്നും എനിക്ക്. അപ്പം രതീഷ് പറയാണ്, രാജപ്പണ്ണ കൈ കഴുകിയില്ലല്ലോ. എന്താണ് കയ്യേ ഇത്? നിന്നോട് കഴുകാനായിട്ട് ഞാൻ എപ്പോഴും പറയണോ? നിന്റെ ജോലി കറക്റ്റായിട്ട് ചെയ്ത് തീർക്കണ്ടേ? നീ എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത് കയ്യേ? ഞാൻ കൂടെ ഇല്ലാതെ ഇവൻ പോയി കൈ കഴുകില്ലെന്നേ, ഒരവസ്ഥ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജപ്പണ്ണൻ ആ കൈ നക്കി തുടച്ച് അവിടെ നിന്ന് കൈയും കഴുകാതെ ഒറ്റ പോക്കാണ്. അപ്പോൾ കല്യാണിക്കാണെങ്കിൽ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടം തോന്നിയാണ്. അയ്യോ പാവ രാജപ്പണ്ണൻ, എന്ത് ചെയ്യാനാണ്? ഇങ്ങനൊരു അവസ്ഥയായി പോയില്ലേ? രാജപ്പണ്ണനാണെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. എൻ്റെ അച്ഛൻ ഒരുപാട് പൈസ എല്ലാം മേടിച്ചിട്ടുണ്ട് രാജപ്പണ്ണൻ്റെ കയ്യിൽ നിന്ന്. അങ്ങനെ ഒരുപാട് കടങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട്. ആ രാജപ്പണ്ണനെ നമുക്ക് രക്ഷിക്കണം രതീഷ് ചേട്ടാ എന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്കും തീർച്ചയായിട്ടും കല്യാണി നമുക്ക് ഏതെങ്കിലും ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടേ ആക്കാം. എന്നിട്ട് കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടുക തന്നെ ചെയ്യുമെന്നും പറയാം. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും കല്യാണിക്ക് ഒരുപാട് സന്തോഷം തോന്നുകയാണ്. എങ്ങനെയെങ്കിലും ആ പുള്ളിക്കാരനെ രക്ഷപ്പെടുത്തണമെന്ന് മാത്രമേ നമ്മുടെ കല്യാണിക്ക് ചിന്തയുള്ളൂ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗംഗാപ്രസാദിനെയാണ്. അപ്പം ഗംഗാപ്രസാദാണെങ്കിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരുന്ന് മുടിയെല്ലാം വിഗ്ഗെല്ലാം നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഏതായാലും വേഷം മാറാതെ പോകാനായിട്ട് പറ്റില്ല. ഏത് വേഷം മാറിയാലും പോലീസുകാരെൻ്റെ പിന്നിലുണ്ട്. അതെനിക്ക് കണ്ടെത്തുക തന്നെ ചെയ്യണം. പിന്നെ ഈ കല്യാണം മുടക്കണം, അവർ രണ്ടുപേരെയും തീർക്കുകയും ചെയ്യണം എന്നാണ് ഗംഗാപ്രസാദിൻ്റെ മനസ്സിലിരിപ്പ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മനോഹറിനെയാണ്. അപ്പോൾ മനോഹറാണെങ്കിൽ ഇങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കിരൺ വരുന്നത്. അപ്പോൾ കിരൺ ചോദിക്കണം, എടാ നീ നിനക്ക് ഒളിച്ചിരിക്കുക സമയമായിട്ടില്ലേ? എടാ സാറിയും നിന്നെ കണ്ടു കഴിഞ്ഞാൽ നിന്നെ തീർക്കോടാ, നീ എന്താണ് പിന്നെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്? എടാ നീ ഒന്ന് ഒളിക്കട പോയി. ഇല്ല സാറേ, ഞാനിവിടെ വന്നത് എൻ്റെ കുഞ്ഞിനെ കാണാനാണ്. ഏത് മുഖേനയും ഞാൻ എൻ്റെ കുഞ്ഞിനെ കാണും. എടാ നീ കുഞ്ഞിനെ കണ്ടു, അതിനെടുത്തു, അതിന് വേണ്ട സാധനങ്ങളെല്ലാം മേടിച്ചു കൊടുത്തു. പിന്നെ എന്താ പ്രശ്നം? സറിയോ എന്നെ തീർക്കട്ടെ. എടാ സറിയോ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു. നീ ആ ടെക്സ്റ്റൈലിൽ ചെന്നതും അവൾ CCTV ക്യാമറ പ്രകാരം അവൾ ഇതെല്ലാം കണ്ടു എന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി. ഞാൻ ഇറങ്ങിയെന്ന് അറിയുമ്പോൾ CCTV ക്യാമറ പരിശോധിക്കുമെന്നും എനിക്കറിയാം. അവൾ എൻ്റെ പിന്നാലെ ഉണ്ടെന്നും എനിക്കറിയാം. അവളെന്നെ തീർക്കാനായിട്ട് തന്നെയാണ് ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുന്നത് എനിക്കറിയാം. പക്ഷെ സാറേ എന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പം എൻ്റെ മനസ്സ് പശ്ചാത്താപം കൊണ്ട് നീറുകയാണ് സാറേ. എടാ നീ ഒരുപാട് ജീവിച്ചു. കാരണം ഒരു മനുഷ്യൻ്റെ ആയുഷ്കാലം മുഴുവനും സന്തോഷിക്കേണ്ട കാര്യങ്ങൾ മുഴുവനും നീ ചെയ്തു. നീ എത്ര പെണ്ണുങ്ങളുടെ പിന്നാലെ നടന്നു. അതേ സാറേ, പക്ഷെ എത്ര പെണ്ണുങ്ങളുടെ പിന്നാലെ നടന്നെങ്കിലും എനിക്ക് കുഞ്ഞിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആകെ ഒരു മനസ്സിന് വല്ലാത്തൊരു അടുപ്പം തോന്നുന്നു സാറേ. ആ കുഞ്ഞിനോട് എന്തെന്നില്ലാത്തൊരു സ്നേഹമാണ് എൻ്റെ മനസ്സിലേക്ക് തോന്നുന്നത്. അതേടാ, അതങ്ങനെ തന്നെയാണ്. കാരണം എന്താണെന്നറിയാമോ?
ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവുമല്ലോ, അതാണ് നിനക്ക് സംഭവിച്ചത്. എന്തായാലും സാറേ പൊയ്ക്കോ. ഞാൻ എൻ്റെ ബൈക്ക് എടുക്കാതിരുന്ന എന്താണെന്നറിയാവോ, എന്നെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വാടക ബൈക്ക് എടുത്തത്. പക്ഷേ സരിയു ഏതായാലും ഞാൻ ഇറങ്ങിയാൻ തിരിച്ചറിഞ്ഞല്ലോ. ഇനി വരുന്നിടത്ത് വെച്ച് എന്നെ കാണാം സാറേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മനോഹർ വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. ബൈ.